ഗൈസ്, വെൽക്കം ബാക്ക് ടു ദേവലക്ഷ്മി ഒഫീഷ്യൽസ്. അപ്പോൾ നമ്മളിന്ന് തൃശ്ശൂർ വടക്കുന്നതിൻ്റെ മുമ്പിലാണ്. ഞങ്ങളിന്നൊരു സിനിമ കാണാനായിട്ടാണ് ഇന്ന് വന്നത്, ആടുജീവിതം. ഇപ്പോൾ വടക്കുന്നതിൻ്റെ മുമ്പിൽ കുറേ ആൾക്കാർ കിട്ടാനായിട്ട് വന്നിട്ടുണ്ട്. ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ട്, ഫാമിലി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എക്സിബിഷന് പോവാം. പിന്നെ നമ്മൾ എക്സിബിഷൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ അവിടെ കപ്പലണ്ടി വെക്കേണ്ട ചേച്ചീനെ കാണാണ്. അപ്പോൾ നമ്മൾ കപ്പലണ്ടി വാങ്ങിച്ചിട്ട് പതുക്കെ എക്സിബിഷൻ്റെ സൈഡിൽ കൂടെ പാർക്കിലേക്ക് പോകാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. കപ്പലണ്ടി വാങ്ങിക്കാൻ പോകുന്നത്. കപ്പലണ്ടി വാങ്ങിച്ച് വരുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്. പിന്നെ എൻ്റെ അനിയൻ അവിടെ പിണങ്ങി നിൽക്കുന്നുണ്ട്. വാച്ച് വാങ്ങിച്ച് കൊടുക്കാത്തതിന് നല്ല പിണക്കാണുള്ളത്. വ്ളോഗ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവന് നല്ല പിണക്കായിരുന്നു. നിന്നോട് ചെയ്തതെന്നാണ് പറഞ്ഞത്. ഇവിടെ ഉപ്പുതാടിയൊക്കെ പറത്തി നടക്കുന്നുണ്ട്. ഐസ്ക്രീം വണ്ടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവനിവിടെ അപ്പൂപ്പന്താടി പറഞ്ഞ് അമ്മേനെ കണ്ടപ്പോൾ അമ്മയുടെ പിന്നാലെ നേഴ്സായിട്ട് സോപ്പ് ഇടാനൊക്കെ വന്നിട്ടുണ്ട്. നല്ല തിരക്കാണ്. എക്സിബിഷനിലൊന്നും കാണാൻ പോണില്ല. നമ്മൾ നേരെ പാർക്കിലേക്കാണ് പോണത്. നമ്മുടെ അച്ഛൻകുട്ടനെ ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ്. ഹലോ അച്ഛൻ പാർക്കിൽ പോയാലോ? പിന്നെ പറ്റത്തുന്നില്ല. എക്സിബിഷന് പോകാത്തതിൻ്റെ കാരണം നമ്മൾ കഴിഞ്ഞ വട്ടം പോയിട്ട് ഭയങ്കര തിരക്കാൻ നിൽക്കാൻ കൂടി പറ്റില്ല, ഒന്നും കാണാനും കൂടി പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ചേച്ചി ഇതേ മാറി നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ശ്രീ ചേച്ചി. ചങ്കാണ്. അച്ഛൻ, അമ്മ, ചേച്ചി 2 ചേച്ചിമാരുണ്ട്. അനിയനെ എവിടേക്കോ പോയി പിണങ്ങിയിട്ട് പാവം കിട്ടുക. നമ്മളൊക്കെ എക്സിബിഷൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. വെറുതെ സുഖം. എക്സിബിഷൻ്റെ മുമ്പിൽ നമ്മൾ എത്തി. ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് പാർക്കിലേക്ക് പോകണമെന്നാണ് ഞങ്ങൾ ടാർഗറ്റ്. അപ്പോൾ എല്ലാവരും എക്സിബിഷനൊന്ന് കാണാൻ പൊക്കോളൂ. തിരക്കുണ്ട്, തിരക്കില്ലെങ്കിലോ. അപ്പോൾ ഒന്ന് എക്സിബിഷനൊക്കെ ഒന്ന് കാണാൻ പോവാം. നല്ല തിരക്കാണ് കേട്ടോ, ഞങ്ങൾ കയറുന്നില്ല. അപ്പോൾ ശരി, ഇത് നമുക്ക് പാർക്കിലേക്ക് പോകണത്. ഇത് നമ്മുടെ വടക്കുന്നതിൻ്റെ വേറൊരു ഭാഗമാണ്. നമ്മൾ നേരത്തെ മുമ്പ് ഭാഗമാണ് കാണിച്ചത്. ഇതാണ് വേറെ ഭാഗം. 4 ഭാഗങ്ങളുണ്ടായത് ഒരു ഭാഗമാണിത്. അപ്പോൾ നമ്മൾ എക്സിബിഷൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. കയറുന്നില്ലെങ്കിലും ഒന്ന് വെറുതെ ഒന്ന് ഇതിൻ്റെ ഭാഗം കാണാനായിട്ടൊന്ന് കയറി ഭാഗത്ത് നടക്കാണ്. പിന്നെ അതാണ് നമ്മുടെ പാറമേക്ക അമ്പലം. നമുക്ക് അത് ക്ലിയറായിട്ട് കാണുന്നില്ല. ഇത്തിരി ഇങ്ങോട്ട് പോകണം. അവിടെ നല്ല തിരക്കാണ്. അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അതാണ് നമ്മുടെ പാറമേക്ക അമ്പലം. അപ്പോൾ നമ്മുടെ പാറമേക്കാവ് അമ്പലം ക്ലിയർ ആവാത്ത കാരണം ഇത്തിരി എടുത്ത് പോയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കാണ്. നമ്മൾ നേരെ പാർക്കിക്കാണ്. നടന്ന് ഇപ്പോൾ ജോസാലുക്കാസിൻ്റെ മുമ്പിലായിട്ടാണ് എത്തിയിട്ടുള്ളത്. ജോയാലുക്കാസ് ഏതാണ്ട് എടുത്താണ്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് പോകേണ്ട ആവശ്യമുള്ളൂ. അമ്മയുടെ അപ്പം അവിടെ നിൽക്കുന്നുണ്ട്. അച്ഛനും ചേച്ചും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പാർക്കിൽ പോയിട്ട് പൂവ് തന്നെയാണ്. പാർക്കിൽ പോയിട്ട് അടുത്ത വീഡിയോ എടുക്കാം. പാർക്കിൻ്റെ മുമ്പിൽ എത്തിയിട്ട് നമ്മൾ നടന്ന് പെട്ടെന്ന് തന്നെ അവിടെ എത്തി. രാത്രി ആയിട്ടുണ്ട്. അനിയനൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല രാത്രി ആയിട്ടുണ്ട്. ചേച്ചിയും അച്ഛനൊക്കെ കൂടിയിട്ട് എന്തൊക്കെയോ കാണിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. എന്തോ സാധനം വണ്ടി ഓടിക്കാൻ തോന്നുന്നു. അങ്ങനെയും പറയാലോ, വണ്ടി ഓടിക്കണ പറയുന്നുണ്ട്. മറ്റേ ചക്കരം പിടിച്ച് കറങ്ങുന്നു. നമ്മളിങ്ങനെ നടന്ന് പോവാൻ. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ സാധനം എക്സസൈസിൻ്റെ കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. പാർക്കൊക്കെ രാവിലെ ഏതാണ്ട് ഒരു 5 മണി 4 മണിക്കായിട്ട് കാണാൻ സിമ്പിൾ. പിന്നെ നമ്മൾ സിനിമ കണ്ട കാണാണ് നേരത്തേക്ക്. സിനിമ ഒരു 6 മണിക്കായപ്പോൾ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ചെടികളൊക്കെ ഡിസൈനിൽ ഇങ്ങനെ വെട്ടിയിട്ട് പിന്നെ കുറേ ആനേനൊക്കെ കാണിച്ച് ഡിസൈനിലാണ് ഈ ചെടികളൊക്കെ വെട്ടിയിട്ടുള്ളത്. പിന്നെ കുറേ ആനേനൊക്കെ കാണിച്ച് ഒരാന അതൊക്കെ കാണിച്ചെടുക്കാൻ പരിപാടി പോലെ നല്ല രസമുണ്ട് കാണാനായിട്ട്. 4 മണി അടുത്തൊക്കെയാണ് രസം. അപ്പോൾ പോവുകയാണെങ്കിൽ ഒരു ഭംഗിയിൽ അങ്ങോട്ട് കിട്ടും ക്ലൈമറ്റൊക്കെ. അപ്പോൾ രാത്രി ആക്കാനാണ് നമ്മൾ നേരെ വേറെ ഒന്നല്ല. അപ്പോൾ ശ്രീ ചേച്ചിയും അനിയനും എൻ്റെ ചേച്ചിയും കൂടിയിട്ട് ഒരുമിച്ച് നടന്നാൽ ഞാനാണെങ്കിൽ ലോകം പിടിച്ച് നടക്കുക. അവരിപ്പോൾ കളിക്കാനായിട്ട് അമ്മയും അച്ഛനും അവിടെ നിന്നു. അമ്മയ്ക്ക് അച്ഛനും വയ്യാണ്ടായി. നമ്മളിങ്ങനെ നടന്നുകൊണ്ട്
കൊണ്ട് പോവാണ്. ഇതാണ് നമ്മൾ കളിക്കുന്ന സ്ഥലത്തി ഊഞ്ഞാലെത്തിയിട്ടുണ്ട് കേട്ടോ. നൈസ്. വാ, കുറേ നാളായി പാർക്കൊക്കെ വന്നിട്ട്. 2 കൊല്ലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് വീണ്ടും കൊണ്ടുവരുന്നു. 2014 ആദ്യ തുടക്കം പാർക്ക്. അപ്പോൾ കുറേ കുട്ടികൾ ഇവിടെ വന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാത്രമല്ല, രാത്രി വന്നത് കുറേ കുട്ടികളുണ്ട് കേട്ടോ. ഊഞ്ഞാലുകൾ ആടുന്നു, കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ അണ്ണിയൻകുട്ടനെ കുശുമ്പ് മാറി, അതായത് കുറുമ്പ് മാറി വിഷമത്തിന് അങ്ങോട്ട് എണീറ്റ് വന്നിട്ടുണ്ട്. പാർക്ക് കണ്ടപ്പോൾ സന്തോഷമായി. ഒഴുകി വരുന്നെങ്കിൽ അങ്ങോട്ട് അയ്യോ വേണ്ടെങ്കിൽ ഇതിനോട് തുമ്പി വിട്ടിരിക്കുകയാണ് ഗായ്സ്. തുമ്പി വിട്ടു. തുമ്പീനെ ആരെങ്കിലും രക്ഷിക്ക്. ഫൈനലി ഇറങ്ങി. തിരിഞ്ഞിറങ്ങി. സൈഡുകളൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ട്. നേരെ നമ്മൾ ഹോട്ടലിലേക്ക് പോയി ഫുഡ് കഴിക്കും. ഇനിയും നിങ്ങൾക്ക് ഇനി നമ്മൾ നിർത്തി. അപ്പോൾ നമ്മൾ നേരെ ഇനി ഹോട്ടലിൽ കയറി പിന്നെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്കാണ് പോവാം. അപ്പോൾ നമ്മൾ ഇനി പോവാണ്. അപ്പോൾ ബായ്. പിന്നെ നിങ്ങൾക്ക് ഔട്ടിങ്ങൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ബായ്. ഇതാണ് നമ്മുടെ ആടുജീവിതം കാണാൻ വന്ന ജോർജേട്ടൻസ് രാഗം എന്ന് പറയുന്ന ഒരു തിയേറ്റർ. അപ്പോൾ നമ്മളതിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. നമ്മളപ്പോൾ തൃശ്ശൂരിലെ അക്ഷയ ഹോട്ടലിലേക്ക് വന്നേക്കാണ്. നമ്മുടെ ദേവൻ സന്തോഷം കൊണ്ട് എന്തൊക്കെയോ കാണിച്ച് വെക്കുന്നുണ്ട്. നമ്മുടെ അച്ഛനൊക്കെ സംസാരിച്ചിട്ട് ഞാനും ചേച്ചിയും ഫലൂഡ വാങ്ങിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അവൻ കൈ കഴുകാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഞാനും ചേച്ചിയും ഫലൂഡ വാങ്ങിച്ചു. അച്ഛനൊക്കെ ലൈം ജ്യൂസ് വാങ്ങിച്ചു. അനിയൻ ബിരിയാണി, അമ്മയും ചേച്ചിയും മസാല ദോശ വാങ്ങിച്ചു. അപ്പോൾ ഇനി വീഡിയോസിലൊക്കെ കയറിയുള്ളൂ. അപ്പോൾ ശരി, ബായ്.